നമസ്തേ നമസ്തേ പ്രിയപ്പെട്ടവരെ, ഞാൻ നിലമ്പൂരിൽ നിന്നാണ്. പുതുവാദ്യാർമഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. പ്രിയപ്പെട്ടവരെ, കർണാടകയിലെ ധർമ്മസ്ഥലം എല്ലാവർക്കും സുപരിചിതമാണല്ലോ. പണ്ടൊക്കെ ധർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ സുപ്രസിദ്ധിയായിരുന്നു. എന്നാൽ ഇന്ന് കുപ്രസിദ്ധിയാണ്. കാരണം അവിടെ തൊഴാൻ പോകുന്ന ആ പുണ്യപുരാതനമായ ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ തൊഴാൻ പോകുന്ന ഭക്തജനങ്ങളെ, അമ്മമാരെയും സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ ബലാത്സംഗം ചെയ്ത് അതിദാരുണമായി കൊലപ്പെടുത്തുക, എന്നിട്ട് പണിക്കാരെ വെച്ച് അത് കുഴിച്ചു മൂടുക. ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. പഴയ കാലത്ത് 1921 ഉണ്ടായിരുന്നു. മാപ്പിളക്കൂട്ടം പരമാവധി പാവപ്പെട്ട ആളുകളെയൊക്കെ, കുറേ ഹിന്ദുക്കളെയൊക്കെ കൂട്ടക്കൊല ചെയ്തിട്ട് കുഴിച്ചു മൂടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ധർമ്മസ്ഥലത്തിൽ ചെയ്തത് അതുപോലെ തന്നെയാണ്. പഴയ കാലങ്ങളിലെ അതിനെ വെല്ലുന്ന രീതിയിൽ, അത് വേണ്ട രീതിയിൽ പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ ഭരണകൂടമോ അതിൽ ഇടപെടുന്നില്ലേ എന്നൊരു സംശയം. ആരെയോ രക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത അതിൽ കാണുന്നുണ്ട്. അത് ഏത് ഭരണകൂടമായിക്കോട്ടെ, എത്ര മന്ത്രിമാരുടെ അടുപ്പമുള്ള നാട്ടുപ്രമാണിയായിക്കോട്ടെ, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആയാലും ശരി, കോൺഗ്രസിൻ്റെ ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആയാലും ശരി, അല്ല മറ്റ് വേണ്ടാത്ത മറ്റുള്ള പാർട്ടി പ്രവർത്തകരായാലും ശരി, അവരുടെ നേതാക്കന്മാരായാലും ശരി, ചെറ്റത്തരമാണത്. ആ ചെയ്ത തെമ്മാടികളെ, ആ തെണ്ടി തേവിടിശി മക്കളെ, ആരും ആവട്ടെ, അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഈ ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്തുകയുള്ളൂ. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇതിനൊരു തീരുമാനം എടുക്കണം. എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടത്, എത്ര ആളുകളെയാണ്, എല്ലാം എത്രയും പെട്ടെന്ന് പൊതുജനങ്ങളെ അറിയിക്കണം. അതറിയാനുള്ള അവകാശം എല്ലാ ഭാരതീയർക്കുമുണ്ട്. കാരണം ചില രാഷ്ട്രീയക്കാര് ഒരുപക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതിവിടെ വേണ്ട. ഏത് രാഷ്ട്രീയ പാർട്ടിയാലും ശരി, അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം. ജയ് ശ്രീറാം.